കേരം തെങ്ങും കേരള നാട് അതെന്തെങ്കിലും ആവട്ടെ. ഇതാ ഇന്ന് നമുക്ക് കുറച്ച് തെങ്ങിൻ്റെ പൂക്കല കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പിഞ്ചു പൂക്കലയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊരു വട്ടയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ പൂക്കല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് തേങ്ങായും പിന്നെ ശർക്കര പാനിയും പിന്നെ ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അമ്മയൊക്കെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചരിയൊക്കെ കുതിർത്ത് അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഞാനിപ്പോൾ അതല്ല, നമ്മുടെ അപ്പപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പപ്പൊടി എടുത്തിട്ട് പിന്നെ നമ്മൾ അരച്ചു വെച്ച മിക്സില്ലേ അത് ചേർത്തിട്ടാണ് കേട്ടോ പൊടി നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ്. ഈ തെങ്ങും പൂക്കളൊക്കെ ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കണ സമയത്ത് ഇത് വെച്ചിട്ട് ലേഹ്യമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നേ. ഞാൻ വിചാരിച്ചതേ ഇത് അരച്ചത് കൂടിപ്പോയെന്നായിരുന്നു കേട്ടോ. ഇല്ല, കറക്റ്റാ, മുഴുവൻ എടുക്കണ്ടോന്ന്. ഞാൻ മിച്ചം വരുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മൾ കുഴക്കും തോറും അതിങ്ങനെ തിക്കായി വരും. ഉണ്ടല്ലോ ഇത് നല്ല കറുത്ത കളറിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറാണ്. നല്ലതായിട്ട് ശർക്കരയുടെ ഒരു കറുത്ത കളറില്ലേ, എനിക്ക് അങ്ങനെ ഇരിക്കണതാണ് ഇഷ്ടേ. പക്ഷേ ഇത് വെള്ള ശർക്കര ആയിട്ടാന്ന് തോന്നുന്നു, അത്രക്കൊരു കളറ് വന്നിട്ടില്ല. എനിക്ക് പനിയുടെ ഭയങ്കര ഷേക്ക് വെച്ചാൽ അത് മൂത്തും പോവും, നമുക്ക് പിന്നെ എടുക്കാൻ പറ്റത്തില്ല. പിഞ്ചായിരിക്കുമ്പോഴാണ് അത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, മൂത്ത് പോയാൽ കൊള്ളത്തില്ല കേട്ടോ. അതാണ് പനിയായിട്ട് ഞാനിങ്ങനെ ഈ സാഹസത്തിനൊക്കെ മുതിർന്നേക്കണേ. ഈ ഒരു നൊസ്റ്റാൾജിയ, എൻ്റെ അമ്മേൻ്റെ ഒരു ഓർമ്മയും നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്കൊരു വീഡിയോയും അതാണ് ആക്കിയിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരി പൊടി, ഞാനൊരു പഴത്തിൻ്റെ ഇച്ചിരി ചേർത്തിട്ട്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണേൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിനകത്തോട്ടൊരു ഇച്ചിരി മറ്റേ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് കലക്കി വെക്കാം. 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി, മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഇടുവാണ് ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് എല്ലായിടും ആക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ വട്ടയപ്പം ഇളകി പോരാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് ഞാൻ നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇത്രയും കട്ടി മതിയല്ലേ? എന്നിട്ട് അതിനെ ഇങ്ങനെ വെക്കണം, അപ്പം എല്ലായിടും ഒരുപോലെ വരും. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ അലങ്കരിക്കണം. തേങ്ങ കൊത്തും കിസ്മിസും തേങ്ങാക്കൊത്തും പിന്നെ എന്താ ശ്രീ കാഷ്യൂനട്ട്, ഇത്ര സാധനം നമ്മളിങ്ങനെ അലങ്കരിക്കണം. എന്നിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് നമ്മളതിനെ കവർ ചെയ്യണം. ബാക്കി കൊണ്ട് പാത്ത് വെച്ചതെങ്കിൽ കാക്ക എടുത്തിട്ട് പോകും. നമ്മുടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ടിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഓപ്പൺ കിച്ചൺ. നമ്മുടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയാൽ കാക്ക കൊണ്ടുപോകും. എനിക്ക് പനിയായിട്ട് വരെ വാസന കിട്ടുന്നുണ്ട്. പറഞ്ഞ മോളൊന്ന് കുളിക്കണ്ട, മോൾക്ക് പനിയാണ്. ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കേക്കൊക്കെ പൊങ്ങി വരൂലേ, അതുമാതിരി കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങ് തുറക്കുമ്പോൾ നല്ല വാസന വരണുണ്ടായിരുന്നു ആ നെയ്യുടെയൊക്കെ കേട്ടോ. അടിപൊളിയായിരുന്നേ. നമ്മുടെ അപ്പത്തിനെ ഞാൻ കൊണ്ട് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാം തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിനെ ഇങ്ങനെ കുത്തിയെടുക്കുവാണേ. നല്ല നമ്മുടെ കേക്കൊക്കെ വിട്ടു പോരുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് അത് പോന്നിട്ടുണ്ടായിരുന്നു. ഈ സമയം എനിക്ക് വീഡിയോ പിടിച്ചു തരാനൊന്നും ആളുണ്ടായിരുന്നില്ല, എല്ലാവരും ഓരോ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കാണണത്. ഞാൻ തന്നെ എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പം എന്താ നമ്മുടെ അപ്പത്തിനെ ഞാനൊരു പ്ലേറ്റിലോട്ട് കൊത്തിയെടുക്കുവാണ് കണ്ടോ. എടുത്തപ്പോൾ തന്നെ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അതിനെ കട്ട് ചെയ്യുവാണ്. ഇവിടെ കിച്ചു എല്ലാം ഉണ്ട്, അവർക്കൊന്നും ക്യാമറയിൽ വരാൻ കഴിയില്ല. ഞാൻ തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ അപാകതകളൊക്കെ എല്ലാവരും അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യണ മാതിരി നല്ല രസമുണ്ടായിരുന്നു. കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ശിവരാജേട്ടന് വട്ടയപ്പം കൊടുക്കാൻ പോവാണ് കേട്ടോ. വാ പൂപ്പി, നമ്മുടെ പൂപ്പിക്കുട്ടനാണെന്നേ. പിന്നാക്കി വന്നിട്ടില്ല, പൂപ്പിക്കുട്ടിയും നമ്മളും. വാ ചിരുവിനെ വിളിച്ചേ, ചിരുന്ന് വിളിച്ചേ. പൂപ്പി എടി ബാ, ശിവരാജ് ചേട്ടാ. വട്ടയപ്പം സൂപ്പർ ഫുഡാണിത്. എല്ലാവരും ഇത് ചേട്ടനെ പറഞ്ഞൊന്നും പഠിപ്പിച്ചതല്ലെന്ന് കേട്ടപ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം കേട്ടോ. ഒന്നുമല്ല കേട്ടോ, അടിപൊളി ഫുഡായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ടാറ്റാ ബൈ. ഓക്കെ.